ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിന്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്തിലൂടെ ഈശോ നമ്മോട് പങ്കുവെക്കുന്നത് പുതിയ സ്നേഹത്തിന്റെ പാഠമാണ്. തന്റെ സന്തോഷം നമ്മളിൽ കുടികൊള്ളണമെന്നും നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെന്നുമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് അവിടുന്ന് നമുക്ക് നൽകുന്ന കൽപ്പന. സ്നേഹിതർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവിടുത്തെ സ്വന്തം ജീവിതം കൊണ്ട് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ കനലുകൾ ജ്വലിപ്പിക്കുന്നതിനുള്ള അവസരമാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ നിരുപാധികമായി സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ലോകത്തിന്റെ സന്തോഷങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ പ്രവൃത്തികൾ ലോകത്തിനു മുൻപിൽ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളാകട്ടെ. പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറാം. ഈ നോമ്പുകാലം ഏവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.